വയറ്റിൽ നിന്ന് പോകാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മോശം പോയി കഴിയുമ്പോൾ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും പുറത്തേക്ക് തള്ളി വരുന്ന ഒരവസ്ഥ, മോശം പോയി കഴിയുമ്പോൾ അവിടെ ചൊറിച്ചിൽ, ഇരിക്കുന്ന സമയത്ത് കുത്തിപ്പറിക്കുന്ന പോലത്തെ വേദന, അല്ലെങ്കിൽ മോശം പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് ബ്ലീഡിങ്, മോശം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബ്ലീഡിങ്, മോശം പോയി കഴിഞ്ഞിട്ട് നിർത്താതെയുള്ള ബ്ലീഡിങ്, ഇത് പൈൽസിൻ്റെ ലക്ഷണമാണോ അല്ലെങ്കിൽ ഇത് ക്യാൻസറസ് ആണോ? ഞാൻ ഡോക്ടർ ഐറിൻ ഷിബു, ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, കോഴിക്കോട്, നടക്കാവ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈൽസ് എന്താണ്, അല്ലെങ്കിൽ പൈൽസ് ഉള്ളവർക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം, എന്തൊക്കെ ഭക്ഷണം അവോയ്ഡ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലാണ് ഈ പൈൽസ് ഫോം ചെയ്യാതിരിക്കുക. അപ്പോൾ പൈൽസ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മലദ്വാരത്തിലുള്ള രക്തക്കുഴൽ വീർത്ത് തടിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ പൈൽസ് എന്ന് പറയുന്നത്. ഈ പൈൽസ് തന്നെ രണ്ട് തരത്തിലുണ്ട്. ഇൻറ്റേർണൽ പൈൽസും ഉണ്ട്, എക്സ്റ്റേണൽ പൈൽസും ഉണ്ട്. ഇൻറ്റേർണൽ പൈൽസ് എന്ന് പറയുന്നത് മലദ്വാരത്തിൻ്റെ ഉള്ളിൽ വരുന്ന, അതായത് മലദ്വാരത്തിൻ്റെ ഉള്ളിൽ രക്തക്കുഴൽ തടിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഇൻറ്റേർണൽ പൈൽസ് എന്ന് പറയുന്നത്. ഈ ഇൻറ്റേർണൽ പൈൽസിന് തന്നെ പല സ്റ്റേജുകളുണ്ട്. എക്സ്റ്റേണൽ പൈൽസ് എന്ന് പറയുന്നത് മലദ്വാരത്തിന് ചുറ്റും, ഇപ്പോൾ നമ്മൾ കഴുകുന്ന സമയത്ത് നമുക്ക് തന്നെ പേഷ്യൻറ്റിന് തന്നെ അത് ഫീൽ ചെയ്യാൻ പറ്റും, ഒരു തടിപ്പ് രൂപപ്പെടും. അപ്പോൾ ആദ്യമൊന്നും പേഷ്യൻസ് ചിലപ്പം ക്ലിനിക്കിൽ വന്നു എന്ന് വരില്ല ഈ ഒരു പൈൽസിൻ്റെ ബുദ്ധിമുട്ടായിട്ട്. ഒന്നെങ്കിൽ ബ്ലീഡിങ് അല്ലെങ്കിൽ മോഷൻ പോകുന്ന സമയത്ത് ഇത് പുറത്തേക്ക് തള്ളി വരികയാണെങ്കിൽ മാത്രമാണ് അത് അവർ ഒരു സീരിയസ് ആക്കിയിട്ട് കണക്കാക്കാറുള്ളൂ. അപ്പം ഈ ഒരു പൈൽസിൽ തന്നെ 4 സ്റ്റേജുകളുണ്ട്. ഫസ്റ്റ് സ്റ്റേജിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല, അതായത് മോഷൻ പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും, മോഷൻ പോയി കഴിഞ്ഞിട്ട് ചെറിയൊരു ഇറിറ്റേഷൻ ഫോം ചെയ്യും. എന്നാൽ സെക്കൻഡ് സ്റ്റേജ് ആകുമ്പോൾ പൈൽസ് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും, അതുകൂടാതെ മോഷൻ പോകുന്ന സമയത്ത് ഉള്ളിൽ നിന്ന് ചെറിയൊരു തടിപ്പ് പുറത്തേക്ക് തള്ളി വരും. എന്നാൽ മോഷൻ പോയി കഴിയുമ്പോൾ ഇത് തനിയെ കയറി പോവുകയും ചെയ്യും. അപ്പോൾ തേർഡ് സ്റ്റേജ് ആണെങ്കിൽ മോഷൻ പോകുന്ന സമയത്ത് ഈ തടിപ്പ് പുറത്തേക്ക് തള്ളി വരും, പോയതിന് ശേഷം അത് കൈ വെച്ച് കയറ്റേണ്ട അവസ്ഥയായിരിക്കും. ഫോർത്ത് സ്റ്റേജ് ആണെങ്കിൽ ഈ തടുപ്പ് ഫുൾ ടൈം പുറത്തേക്ക് നിൽക്കും, ഇപ്പോൾ കൈവച്ച് കയറ്റിയാലും അത് കയറാത്ത അവസ്ഥയായിരിക്കും. അപ്പം ഈ ഇൻറ്റേർണൽ പൈൽസും എക്സ്റ്റേണൽ പൈൽസും, ഇതാണ് പൈൽസിൻ്റെ 2 ടൈപ്പ് എന്ന് പറയുന്നത്, അതായത് ഇൻറ്റേർണൽ പൈൽസും എക്സ്റ്റേണൽ പൈൽസും. ഇനി എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഈ പൈൽസ് ഉള്ളവർ കാണിക്കുക? നമ്പർ 1 എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും, അതായത് മലബന്ധമായിരിക്കും, മോഷൻ പോകാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. ചിലർക്ക് മോഷൻ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഉള്ളിൽ നിന്ന് പുറത്തേക്ക് തടിപ്പ് തള്ളി വരാം. മൂന്നാമത്തെ ഒരു ലക്ഷണമാണ് ബ്ലീഡിങ് എന്ന് പറയുന്നത്, അതായത് ആക്റ്റീവ് ബ്ലീഡിങ് ആയിരിക്കും. അതായത് ഒന്നെങ്കിൽ മോഷൻ പോകുന്നതിൻ്റെ മുന്നേ ആയിരിക്കും ബ്ലീഡിങ്, അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവും, പോയി കഴിഞ്ഞതിന് ശേഷം ബ്ലീഡിങ് ഉണ്ടാവും. ഈ ഒരു ബ്ലീഡിങ് എന്ന് പറയുന്നത് ആക്റ്റീവ് ബ്ലീഡിങ് എന്ന് പറയാൻ കാരണം ഇപ്പോൾ ടാപ്പ് തുറന്ന് വിട്ട പോലെ ഈ ഒരു ബ്ലഡ് ഉറ്റിയായിരിക്കും പോവുക. അതേപോലെ തന്നെ ഈ ഒരു പൈൽസ് എന്ന് പറയുന്നത് 80% പെയിൻലെസ് ആയിരിക്കും. ഈ ഒരു മലദ്വാരത്തിൻ്റെ അവിടുത്തെ രക്തം കട്ട പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ, അതായത് ത്രോംബോസ്ഡ് പൈൽസ് ആണെങ്കിൽ പെയിൻഫുൾ ആയിരിക്കും. പക്ഷേ ഈ ഒരു 80% പൈൽസ് ഞാൻ പെയിൻലെസ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഈ പൈൽസിൻ്റെ കൂടെ ഫിഷർ കൂടി വന്നു കഴിഞ്ഞാൽ അത് പെയിൻഫുൾ ആയിരിക്കും. ഫിഷർ എന്ന് പറയുന്നത് മലദ്വാരത്തിൻ്റെ അവിടെ ചെറിയ വിള്ളൽ വരുന്നതിനെയാണ് നമ്മൾ ഫിഷർ എന്ന് പറയുന്നത്. അതായത് മോഷൻ പോകുന്ന സമയത്ത് സ്ട്രെയിൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പ്രഷർ കൊടുക്കുമ്പോൾ അവിടെ ചെറിയ പൊട്ടൽ വരും. ഈ പൊട്ടൽ കാരണം മോഷൻ പോയി കഴിയുമ്പോൾ അവിടെ പുകച്ചിൽ അല്ലെങ്കിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഈ ഫിഷറിൻ്റെ ബ്ലീഡിങ് എന്ന് പറയുന്നത് ഈ പൈൽസിൻ്റെ ബ്ലീഡിങ് പോലെ ആയിരിക്കില്ല, അതൊരു സ്ട്രീക്ക് പോലെ, അതായത് മലത്തിൻ്റെ കൂടെ ചെറിയൊരു ലൈൻ പോലെ ആയിരിക്കും ഈ ഫിഷറിൻ്റെ ബ്ലീഡിങ് എന്ന് പറയുക. പൊതുവേ പൈൽസിനെ അപേക്ഷിച്ച് ഫിഷറിനായിരിക്കും വേദന കൂടുക. പിന്നെ വേറൊരു കണ്ടീഷനാണ് അവിടെ വരുന്ന സ്കിൻ ടാഗ്, അതായത് സെൻറ്റിനൽ ടാഗ്സ് എന്ന് പറയും. അതായിരിക്കും ഭൂരിഭാഗം ആൾക്കാരും ആ ഒരു സ്കിൻ ടാഗ് ആയിട്ട് വരാറുണ്ട്. അപ്പം ഈ സ്കിൻ ടാഗ് പൊതുവേ അവിടെ നിൽക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ സ്കിൻ ടാഗിൻ്റെ അതിൻ്റെ കൂടെ ഈ ഒരു ഫിഷർ കൂടി വരികയാണെങ്കിൽ, അതായത് മലദ്വാരത്തിൻ്റെ അവിടെ പൊട്ടൽ വരികയാണെങ്കിൽ ഈ സ്കിൻ ടാഗിൻ്റെ അവിടെ ആയിരിക്കും ആ മുറിവ് വരിക. അപ്പം മോഷൻ പോയി കഴിഞ്ഞ് കഴുകുന്ന സമയത്ത് ആ സ്കിൻ ടാഗിൻ്റെ അവിടെ പെയിൻ അനുഭവപ്പെടാം. വേറൊരു കണ്ടീഷനാണ് മലദ്വാരത്തിൻ്റെ അവിടെ വരുന്ന വേറൊരു കണ്ടീഷനാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഇത് പൈൽസും ഫിഷറും പോലെയല്ല, അവിടെ ഇൻറ്റേർണൽ ഗ്ലാൻസിൽ വരുന്ന ഇൻഫെക്ഷൻ, മുഖക്കുരു പോലെ വന്ന് അത് പൊട്ടി അതിൽ നിന്ന് പഴുപ്പ് പോകുന്ന അവസ്ഥയാണ് നമ്മൾ ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ പൈൽസ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1 എന്ന് പറയുന്നത് ഹെറിഡിറ്ററി ആയിട്ട്, അതായത് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. നമ്പർ 2, കൂടുതൽ ഇരുത്തമുള്ള ജോലിയുള്ളവർക്കും ഈ ഒരു പൈൽസിൻ്റെ പ്രശ്നം കണ്ടു എന്ന് വരാം.
അതായത് കൂടുതൽ നേരം ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവില്ല. ഓൾറെഡി ബോഡി ഹീറ്റായിട്ടുള്ള ഒരാളാണെങ്കിൽ ബോഡി ഓവർ ഹീറ്റ് ആവുകയും അതുവഴി പൈൽസ് രൂപപ്പെടുകയും ചെയ്യാം. മൂന്നാമത്തെ ഒരു റീസണാണ് കൂടുതൽ നേരം ബാത്റൂമിൽ സ്പെൻഡ് ചെയ്യുന്നവർ. അതായത് മോഷൻ പോയി കഴിഞ്ഞിട്ടും അവിടെ നിന്ന് സ്ട്രെയിൻ ചെയ്യുന്നവർക്ക് ഈ ഒരു പൈൽസ് രൂപപ്പെട്ടെന്ന് വരാം. അല്ലെങ്കിൽ ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിലുള്ള പൈൽസ് സെക്കൻഡ് സ്റ്റേജിലേക്ക് വരാം. അതായത് നമ്മൾ കൂടുതൽ നേരം അവിടെ ഇരുന്ന് പ്രഷർ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു രക്തക്കുഴൽ പുറത്തേക്ക് ബൾജ് ചെയ്ത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. നാലാമത്തെ ഒരു റീസണാണ് ഒബേസിറ്റി ഉള്ളവരിൽ, അമിതവണ്ണമുള്ളവരിലും പൈൽസ് കണ്ടെന്ന് വരാം. അഞ്ചാമത്തെ റീസണാണ് കോൺസ്റ്റിപ്പേഷൻ, അതായത് ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഉള്ളവരിലും ഈ ഒരു പൈൽസിൻ്റെ ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. പിന്നെ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലായിരിക്കും കൂടുതലും കണ്ടുവരുന്നത്. അതായത് ഈ പ്രഗ്നൻസിയുടെ ടൈമിലൊക്കെ ആണെങ്കിൽ ഈ ഒരു പെൽവിക് റീജിയണിലേക്ക് വെയിറ്റ് ബെയറിങ്, ഈ ഒരു അരക്കെട്ടിൻ്റെ അവിടെ വെയിറ്റ് കൂടുന്നത് വഴി ഈ ഒരു പൈൽസ് രൂപപ്പെട്ടെന്ന് വരാം. അതായത് പ്രഗ്നൻസിക്ക് ശേഷം പൈൽസിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് വരുന്ന ഒരുപാട് പേഷ്യൻസ് നമ്മുടെ ഒ പിയിലുണ്ട്. അപ്പോൾ മെയിനായിട്ടും ഇതൊക്കെ കാരണമാണ് പൈൽസ് വരുന്നത്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതായത് ഒബേസിറ്റി ഉള്ളവരാണെങ്കിൽ അവർ വെയിറ്റ് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ മലം ഉറയ്ക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുക. നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് നിങ്ങൾ എപ്പോഴും ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, വാട്ടർ ഇൻടേക്ക്, അതായത് വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക. ദിവസവും ഒരു 2 to 2.5 ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചെന്ന് ഉറപ്പ് വരുത്തുക. അതായത് ഇനി മോഷൻ ടൈറ്റായിട്ട് പോയി കഴിഞ്ഞാൽ, അതായത് ഓൾറെഡി പൈൽസുള്ള ഒരാൾക്ക് മോഷൻ ടൈറ്റായിട്ട് വീണ്ടും പോയി കഴിഞ്ഞാൽ അവിടെ ഫിഷർ വരാനും ചാൻസ് ഉണ്ട്. അപ്പം എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ശ്രദ്ധ വേണം. അപ്പം കരിച്ചത്, പൊരിച്ചത് അല്ലെങ്കിൽ എരിവ് കൂടിയ ഭക്ഷണം, റെഡ് മീറ്റ്, ഇതൊക്കെ കഴിവതും ഒഴിവാക്കുക. റെഡ് മീറ്റിലാണെങ്കിൽ തന്നെ മട്ടൻ, പോർക്ക്, താറാവ്, ഇതൊക്കെ ബീഫ്, ഇതൊക്കെ കഴിവതും നിങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം. ഇപ്പം മീറ്റിലാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ചിക്കൻ അല്ലെങ്കിൽ മുട്ട കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ചിക്കൻ കഴിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഫ്രൈ ചെയ്ത് കഴിക്കാതിരിക്കുക. അത് കറി വെച്ച് അധികം സ്പൈസസ് കൂടുതലില്ലാതെ കഴിക്കുന്നത് കൊണ്ട് തെറ്റില്ല. ഇനി നിങ്ങളുടെ ഫുഡിൽ മസാല കൂടിയ ഫുഡുകൾ കഴിവതും ഒഴിവാക്കുക. അതിൽ തന്നെ കുരുമുളക്, അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് കുരുമുളക് ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പം ഈ മലദ്വാരത്തിൻ്റെ അവിടെ വിള്ളലോ അല്ലെങ്കിൽ നീർക്കെട്ടോ ഉണ്ടെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് കൂട്ടുകയാണ് ചെയ്യുക. നിങ്ങൾക്ക് മോശം പോയി കഴിയുമ്പോൾ ഇറിറ്റേഷൻ കൂടി വരും. നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൈൽസിൻ്റെ ബുദ്ധിമുട്ടുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബ്ലീഡിങ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ത്യൻ ക്ലോസറ്റാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കും അവിടെ ബ്ലീഡിങ് ഉണ്ടോ എന്നുള്ളത്. പക്ഷേ ഇന്ത്യൻ ക്ലോസറ്റ് ആണെങ്കിൽ നിങ്ങൾക്കൊരു പ്രവണത ഉണ്ടാവും, അവിടെ ഇരുന്ന് സ്ട്രെയിൻ ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവും. പൈൽസിൻ്റെ ബുദ്ധിമുട്ടുള്ളവരോട് നമ്മൾ കഴിവതും പറയുക യൂറോപ്യൻ ക്ലോസറ്റ് യൂസ് ചെയ്യാനാണ്. പക്ഷേ യൂറോപ്യൻ ക്ലോസറ്റിൻ്റെ ഒരു ഡിമെറിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ മോശം പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ബ്ലീഡിങ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കില്ല. അപ്പോൾ ഇന്ത്യൻ ക്ലോസറ്റ് ആണെങ്കിൽ നമ്മളിരുന്ന് പ്രഷർ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ രണ്ടിനും മെറിറ്റ്സും ഉണ്ട്, ഡിമെറിറ്റും ഉണ്ട്. പിന്നെ നിങ്ങളുടെ ഫുഡിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഒരു ശ്രദ്ധ വേണം. കഴിവതും ഒരു 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ നിങ്ങൾ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തുക. അതായത് നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ നിന്ന് ഹോർമോൺ റിലീസ് ചെയ്യും. ഈ ഹോർമോണിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള നീർക്കെട്ട് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ പൈൽസ്, ഫിഷർ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ മലദ്വാരത്തിൻ്റെ അവിടെ നീർക്കെട്ടുണ്ടാവും. അപ്പം ഈ ഒരു നീർക്കെട്ട് നമ്മുടെ ബോഡിയുടെ മെക്കാനിസം കൊണ്ട് തന്നെ അത് കുറയ്ക്കും. അപ്പം ഉറക്കമൊന്നും കറക്റ്റായിട്ടില്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് കൂടി വരും. പിന്നെ അനാവശ്യമായിട്ട് ബാത്റൂമിലിരുന്ന് പ്രഷർ കൊടുക്കാതിരിക്കുക, ഫുഡിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക, എക്സസൈസ് ഡെയിലി ചെയ്യുക. ഇതൊക്കെ ചെയ്തിട്ടും ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറിയിട്ടില്ലെങ്കിൽ അപ്പം ഫസ്റ്റ്, സെക്കൻഡ് സ്റ്റേജൊക്കെ നമുക്ക് മരുന്നിലൂടെ തന്നെ മാറ്റാൻ പറ്റുന്നതാണ്. 3rd, 4th സ്റ്റേജൊക്കെ എത്തുമ്പോൾ ഈ ഒരു പൈൽസ് എന്ന് പറയുന്നത് പ്രൊട്രൂഡ് ചെയ്ത് പുറത്തേക്ക് വരുന്നതാണ് ആ തടിപ്പ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് മരുന്നിലൂടെ അത് മാറ്റാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഈ ഒരു പൈൽസ് ഉണ്ടോ എന്നറിയാൻ നമ്മൾ പൊതുവേ ടെസ്റ്റ് ചെയ്യിപ്പിക്കാറ് കൊളനോസ്കോപ്പിയാണ്. ആ കൊളനോസ്കോപ്പിയിലൂടെ നമുക്ക് ഇൻറ്റേർണൽ പൈൽസ് അല്ലെങ്കിൽ ഫിഷർ ഇതൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. ഇനി പൈൽസ് ആണോ അല്ലെങ്കിൽ ബ്ലഡ് കാണുമ്പോൾ തന്നെ നമ്മളൊന്ന് പേടിക്കും, പൈൽസ് ആണോ അല്ലെങ്കിൽ ക്യാൻസർ ആണോ എന്നൊക്കെ. അപ്പോൾ പൈൽസിൻ്റെ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് ബ്രൈറ്റ് റെഡ് കളറായിരിക്കും. പക്ഷേ ക്യാൻസറൊക്കെ ആണെങ്കിൽ, കൊളോറെക്ടൽ ക്യാൻസറൊക്കെ ആണെങ്കിൽ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് നല്ല ഡാർക്ക് ബ്ലഡ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ക്യാൻസർ ഉള്ളവർക്ക് വേറെ കാണിക്കുന്ന ലക്ഷണങ്ങളാണ് വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ക്ഷീണം, കഴല വീങ്ങിയിരിക്കുക. ഇതൊക്കെയാണ് ക്യാൻസറസ് ആയിട്ടുള്ളവരിൽ കാണിക്കുന്ന ലക്ഷണം എന്ന് പറയുന്നത്.
അപ്പം നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പ്രാവശ്യം പൈൽസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ലൈഫ് സ്റ്റൈൽ മാറ്റുക, ഒപ്പം നിങ്ങൾ മെഡിക്കേഷൻ എടുക്കുക, കറക്റ്റ് മെഡിക്കേഷൻ കൊണ്ടുപോവുക. അതുപോലെ തന്നെ മെഡിക്കേഷൻ നിർത്തിക്കഴിഞ്ഞാലും, ഇപ്പം ട്രീറ്റ്മെൻറ്റ് നിർത്തിക്കഴിഞ്ഞാലും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഹോമിയോപ്പതി ചികിത്സയിലാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. അപ്പം സ്റ്റേജ് 1, 2 ഒക്കെ ആണെങ്കിൽ നമുക്ക് മരുന്നിലൂടെ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പം നമ്മുടെ ഹോമിയോപ്പതി ചികിത്സയിൽ ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ പ്രത്യേകതകളും കണക്കിലെടുത്താണ് നമ്മൾ ചികിത്സ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ഹോസ്പിറ്റലിൽ വരാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഓൺലൈൻ വഴി പരിശോധന നടത്തിയതിന് ശേഷം മെഡിസിൻസ് നിങ്ങളുടെ വീട്ടിലെത്തിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട്, അതായത് പൈൽസിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലും ചികിത്സകളോ ആവശ്യമാണെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സ്നേഹത്തോടെ ഡോക്ടർ ഐറിൻ ഷിബു, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, കോഴിക്കോട്, നടക്കാവ്.